രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി പറയുകയുണ്ടായി. കോടതികൾ പോലും ഇത്തരത്തിൽ ഏക സിവിൽ കോഡിനെ ന്യായീകരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ട എന്ന് പറയുന്നിടത്ത് ഒരു ഒരു പൊരുത്തക്കേടുകളില്ലേ? പൊരുത്തക്കേടുണ്ടതൊരു ആർക്കോ വേണ്ടി പറയുക, ന്യായം പറയുക അല്ലല്ലോ, ന്യായമല്ലല്ലോ, ഭരണഘടന അല്ലല്ലോ. അന്യായം ആർക്കോ വേണ്ടി പറയുന്നു, ആരോ പറയിക്കുന്നു, പറഞ്ഞില്ലെങ്കിൽ അവർ ഞങ്ങളുടെ ഭാഗമല്ല എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഭാഗമല്ലാതാകുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് അന്യായം പറയുന്നു. ഒരു ന്യായമല്ല ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ തന്നെ വഖഫ് നിയമ ഭേദഗതി പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? വല്ലവനെ ഭൂമി പിടിച്ചു പറിക്കാതിരിക്കാനുള്ള ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ, വഖഫ് വളരെ കൃത്യമായിട്ട് മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് മുസ്ലിമിന്റെ ഭൂമി പിടിച്ചു പറിക്കുന്നില്ലേ പറഞ്ഞു. ഇപ്പൊ വഖഫുമായിട്ട് കോടതിയിൽ ചെല്ലുമ്പം കോടതിയിൽ ചെല്ലാൻ പോവാ. കോടതിയിൽ ചെല്ലാൻ പറ്റുമ്പോ അവിടെ ചെല്ലുമ്പം വഖഫുകാരൻ കൊച്ചാനത്ത് പറയുന്നോണൊക്കെ ഇന്നലത്തെ വിധി. വഖഫ് ഒക്കെ അവിടെ നിക്കട്ട് കൊച്ചാട്ട, ഏകീകൃത സിവിൽ കോഡ് നടത്തിക്കൊണ്ട് വരാൻ അത് കർണാടക ഹൈക്കോടതി എടുത്താ പറഞ്ഞത്. മൊത്തം മുസ്ലിമിന് എഴുതി കൊടുക്കാൻ നിൽക്കുക ഹൈക്കോടതിയാ പറഞ്ഞത്, കർണാടക സർക്കാരിന്. അതിനുശേഷം സുപ്രീം കോടതി. അതായത് ഭരണഘടനയിൽ ആമുഖമായിട്ട് പറഞ്ഞിരിക്കുന്ന സാമൂഹികമായിട്ട് എല്ലാവർക്കും ഒരേ നീതിയും ഒരേ നിയമവും ഒരേ സംവിധാനവും നടപ്പാക്കണമെന്ന് പറയുന്ന ഭരണഘടനയ്ക്കകത്ത് അത് നടപ്പാവണമെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം. അപ്പൊ ഇന്ന് ഇന്ത്യയിൽ ഇത് നടപ്പാവുന്നില്ലെന്നുള്ള കാര്യം വളരെ ഉറക്കെ പലർക്കും അല്ലെങ്കിൽ നിയമജ്ഞന്മാർക്കും ഒക്കെ പറയേണ്ടി വരുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഇന്ത്യയിൽ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളച്ചൊടിക്കലുകൾ നടക്കുന്നു. ആ വളച്ചൊടിക്കലുകൾ നടക്കാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനകത്ത് സ്ത്രീകൾക്കുൾപ്പെടെയുള്ളവർക്ക് നീതി ലഭിക്കണമെങ്കിൽ മുത്തലാഖിന്റെ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഇപ്പൊ വ്യക്തി നിയമം അല്ലെങ്കിൽ വ്യക്തികളുടെ എല്ലാം നിയമം ഒരുപോലെയാക്കണം. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടിയുടെ ഭൂമിയുമായിട്ട് തർക്കമായിട്ട്, സഹോദരങ്ങളുമായിട്ടുള്ള ഭൂമി തർക്കത്തിനകത്ത് വന്ന വിഷയത്തിനകത്ത് വിധി പറയുന്നതിന് മുമ്പാണ് ഇത് പറഞ്ഞത്. അപ്പം ഇവരറിയാലോ, മുസ്ലിം പെൺകുട്ടികൾക്ക് അവരുടെ ഭൂമിക്കകത്ത് ആങ്ങളമാർക്കുള്ള പോലെ അവകാശമില്ല. ഹിന്ദുക്കൾക്കാണെങ്കിൽ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും എല്ലാം ഓരോ അവകാശമുള്ളൂ. അതെന്തൊരു നിയമമാണ്? ഇന്ത്യയിലാ നിയമം, രണ്ട് നിയമമാണ്. അപ്പൊ ഇത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ ശരീഅത്ത് നിയമം, പച്ചയായിട്ട് പറഞ്ഞ ശരീഅത്ത് നിയമം വേണം. ആ നിയമം അവർക്ക് അവരുടെ നിയമം, അവർക്ക് അവരുടെ പോളിസി, അവർക്ക് അവരുടെ കാര്യങ്ങൾ, അവർക്ക് ഒരു ഭരണഘടനയും ഒരു ജനാധിപത്യത്തെയും ഒന്നും അംഗീകരിക്കാൻ താല്പര്യമില്ല. പിന്നെ ഇതൊക്കെ വന്നത് കൊണ്ട് അങ്ങ് അംഗീകരിച്ചു പോകുന്നതേ ഉള്ളൂ. അപ്പൊ ജനാധിപത്യത്തിന്റെ രീതിയിൽ വന്നാലും അവർക്ക് MLA MP ആവാനൊക്കെ ജനാധിപത്യത്തിന്റെ രീതിയിൽ അവർക്ക് വരാം. പക്ഷെ നിയമമൊന്നും പൊതുവായിട്ട് പാസ്സാക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഖഫിന്റെ കാര്യം ഇപ്പൊ അതാ. ഇങ്ങനെ അവരിങ്ങോട്ട് സംഘടിക്കുക, ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല, ഞങ്ങൾ കാണിച്ചു തരാന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വോട്ട് വേണം. അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സമ്മർദ്ദം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഗുണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഇന്ത്യക്ക് വെളിയിലുള്ള വൻ ശക്തികളുടെ സമ്മർദ്ദം വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നാൽ വേറെ വലിയ പ്രയോജനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ നിൽക്കുന്നതാ. അപ്പൊ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ സമയത്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ്. ഇവിടുത്തെ ഏകീകൃത സിവിൽ കോഡ് വളരെ കാലമായിട്ട് അല്ലെങ്കിൽ അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു നിൽക്കുന്ന പാർട്ടി BJP-യാ. ആ BJP-ക്ക് പോലും ഇതിനകത്ത് ആശങ്കയുണ്ട്. വരട്ടെ 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 എന്ന് പറഞ്ഞ് നിൽക്കുക. കാരണം ഏത് രീതിയിൽ ജനങ്ങളുടെ ഒന്ന് പ്രതികരണം ഉണ്ടാകുമെന്ന്. അതായത് ഇവന്മാര് ഇതിനകത്ത് തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുമെന്നുള്ള ഒരു ഭയം. അതൊന്നും ഭയം എന്നല്ല, അവരതിന്റെ ഗ്രൗണ്ട് സപ്പോർട്ട് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്ത് നടപ്പാക്കിയത് എങ്ങനെയായിരിക്കും ആൾക്കാരെ ബോധ്യപ്പെടുത്തി വീണ്ടും കൊണ്ടുവരുന്ന രീതിയിലേക്ക് വരും. എന്തുവാ പറയുന്നത്? എന്റെ പൊന്നെ, പണ്ട് ഈ ന്യായം പറയുന്നല്ലോ, ഇവർക്ക് അവരുടേതായ നിയമമുണ്ട്, അവരുടെ രീതിയുണ്ട്. ഇവിടെ പലർക്കും പല നിയമം ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കീഴിലെ നിയമം എന്ന് പറയുമ്പോൾ നായർക്ക് ഒരു നിയമം ഉണ്ടായിരുന്നു, അറിയോ? ഈഴവന് നിയമം ഉണ്ടായിരുന്നു, വെള്ളാനന് നിയമം ഉണ്ടായിരുന്നു. എല്ലാ ജാതിക്കാരനും അവർ പല രാജ്യസമ്പ്രദായത്തിനകത്ത് നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സമൂഹത്തിന് കൊള്ളാവുന്നതല്ലാത്തതെന്ന് കണ്ട് ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഈ നിയമമൊക്കെ മാറ്റിയാ പൊതു നിയമം ഉണ്ടാക്കിയത്. അപ്പൊ ബാക്കിയുള്ളവരുടെ എല്ലാം അല്ലെങ്കിൽ പൊതുവായിട്ട് രാജ്യത്തിന് ഗുണം കിട്ടാത്ത രീതിയിൽ, സാമൂഹ്യ നീതി ഉറപ്പുവരുത്താത്ത രീതിയിൽ ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ ആരുടെങ്കിലുമൊക്കെ താല്പര്യത്തിനനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ വരുമ്പോൾ തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടി, അതായത് ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും അല്ലെങ്കിൽ ഏകീകരണവും എല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി പൊതുവെ നിയമം വേണം. അല്ലാതെ ഓരോ ജാതിക്കാരന് നിയമം ഉണ്ടായാൽ ഒക്കത്തില്ല. ഓരോ ജാതിക്കാരനും ഇന്ത്യയിൽ നിയമം ഉണ്ടായിരുന്നു. പണ്ട് ജനാധിപത്യ രീതി വരുന്നതിന് മുമ്പേ അന്ധവിശ്വാസങ്ങൾ ഇല്ലായിരുന്നോ? വിശ്വാസമല്ലേ വേണ്ട? എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ നമ്മൾ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്.
അല്ലെങ്കിൽ ഏതെല്ലാം രീതിയുണ്ട്, ഇതൊക്കെ വേണം. അല്ല നരബലി ഉണ്ടായിരുന്ന പറയാം. നരബലി ഇപ്പൊ നടത്താൻ പറ്റുമോ? അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നരബലി നടത്തണമെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെല്ലാം കൂടെ കുറെ വേറില്ലാത്തവന്മാരെല്ലാം കൂടെ പറയാം നരബലി വേണം. അല്ലെങ്കിൽ സതി സമ്പ്രദായം ഉണ്ടെന്നാ പറയുന്നത്. സതി സമ്പ്രദായത്തിനെ വളച്ചൊടിച്ചിട്ടുണ്ടെങ്കിലും അതെങ്കിൽ സതി സമ്പ്രദായം എന്ന് പറയുന്ന ഇവർ വളച്ചൊടിക്കുന്ന രീതിയിൽ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന സതി സമ്പ്രദായം ശരിയാണോ? ഭർത്താവ് പോയാൽ ഉടനെ തീക്കകത്ത് സ്ത്രീകൾ ചാടിച്ചാവണോ? ഇത് ഞങ്ങളുടെ ആചാരമോ, ഇത് നടപ്പാക്കാൻ അല്ലെങ്കിൽ ഇതിനകത്ത് ഭേദഗതി വരുത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള സമൂഹത്തിന് ഗുണമാകുന്ന രീതിയിലാണ് ജനാധിപത്യ സംവിധാനം വന്നപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഗുണമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എന്തോ ഒരു പ്രത്യേക സമുദായത്തിനകത്ത് മാത്രം. കഴിഞ്ഞ ദിവസം ജനം ടിവിക്കകത്ത് ഒരു ചർച്ചയ്ക്കകത്ത് കണ്ട ഒരു കോൺഗ്രസ്സുകാരൻ വന്നിരുന്ന് പറയുന്നത് പ്രാകൃതമായിട്ടുള്ളതൊക്കെ വിവരം വെക്കുമ്പോൾ അങ്ങ് മാറിക്കോളൂ. എന്നാ പിന്നെ അത് പോരായിരുന്നോ? ഈ ജനാധിപത്യം വന്നപ്പം ഇവിടുത്തെ ഈ ബാക്കിയുള്ളവന്റെ നായർക്കൊരു നിയമം, ഈഴവന്റെ നിയമം, ആ നിയമം ഒന്നും മാറ്റണ്ടായിരുന്നല്ലോ. പ്രാകൃതമായിട്ടുള്ളതൊക്കെ വിവരം വരുമ്പോ അങ്ങ് മാറുക. എന്നാലും ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരരുത്. ആ കൊച്ചാട്ടൻ വന്ന് കോൺഗ്രസിന്റെ കൊച്ചാട്ടനാ. ആ കൊച്ചാട്ടന് പറയാൻ ധൈര്യമില്ല ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന്. പാറപ്പിക്കുക അവര്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കണ്ടില്ലേ മലപ്പുറത്ത് എന്തോ നടക്കുന്നത്? മലപ്പുറത്ത് ഇത് കേരളമായതുകൊണ്ടും അല്ലെങ്കിൽ ഇവിടെ എത്ര പറയുമ്പോൾ ഇടതുപക്ഷമൊക്കെ പണ്ട് കുറച്ച് കാര്യങ്ങൾക്ക് തീരുമാനം എടുത്തുകൊണ്ട് വലിയ മലപ്പുറത്തെ പെൺപിള്ളേർക്ക് പഠിക്കാനൊക്കെ റോഡിൽ നിന്ന് ഡാൻസ് കളിക്കാനൊക്കെ. എന്നിട്ട് തന്നെ കുറെ ആൾ മുമ്പ് നമ്മൾ കണ്ടില്ലേ ഒരു കൊച്ചിന് 1ാം റാങ്ക് എങ്ങാണ്ട് കിട്ടി, അതിന് സമ്മാനം കൊടുക്കുക. അതിന് എന്തൊരു സന്തോഷമായിരിക്കും ഒരു സമ്മാനം പൊതുവേദി കിട്ടുന്നതിന്. അത് എന്ന് മേടിച്ചപ്പോ 10 12 അല്ലെ 15 വയസ്സ്, എന്താ പ്രായമുണ്ട് 15 വയസ്സ്. അന്നേരം ഒരു പടുകളവൻ അല്ലെങ്കിൽ സമസ്തയുടെ അങ്ങാണ്ട് എണീറ്റ് പറയും ഇനി പെണ്ണുങ്ങളെ അതിനകത്ത് കയറ്റിയേക്കരുത്. എടാ ഇവന് 9 കല്യാണം കഴിക്കാൻ നിയമം ഉണ്ടാ? നിയമം മാറ്റാതിരിക്കുന്നതിന് വേണ്ടിയാ ഇപ്പൊ പറയുന്നേ. 9 കല്യാണം കഴിക്കാം. ഇനിപ്പന്നികൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കാം. സ്ത്രീകളെ അതിന് ഉപയോഗിക്കാം. സ്ത്രീകളെ സ്ത്രീകളെ അടിമയാക്കുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ ഈ നിയമമൊക്കെ വ്യത്യാസം വന്നാൽ മുസ്ലിങ്ങൾ സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് സ്വാതന്ത്ര്യം കിട്ടും. അവന് സ്വത്തിന് സംരക്ഷണം കിട്ടും. അവന്റെ ഇതുപോലെ 9 കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടി കോടതി ഉൾപ്പെടെ ഉള്ളവർ പറയുമ്പം അതിനെ അവർക്ക് വേണ്ടി കാര്യം പറയുന്ന ആൾക്കാർ, ഈ കോൺഗ്രസ്സുകാരായാലും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായാലും ഏതാളായാലും എന്തോ രാഷ്ട്രീയം അവരുടെ, അല്ലെങ്കിൽ എന്ത് സമൂഹത്തിന് വേണ്ടി എന്ത് മെസ്സേജ് അവർ കൊടുക്കുന്നത്? സമൂഹത്തെ തിരുത്തുന്നതിന് വേണ്ടി, സമൂഹത്തിന് സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ പൊതുവെ ഉള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പൊതുവെ ഒരു താല്പര്യം ജനത്തിനും അല്ലെങ്കിൽ ആ രാജ്യത്തിനും പ്രയോജനപ്പെടുന്നതാണെന്ന് കണ്ടാൽ അതിന്റെ കൂടെ നിൽക്കുന്നതിന് വേണ്ടി നിൽക്കേണ്ട രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നവർ വളരെ കൂടുതലായിട്ട് ഈ പറയുന്നത് പോലെ ആരുടെയെങ്കിലും ഒക്കെ താല്പര്യത്തിന് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ച് അവരുടെ ഭാഗമായിട്ട് നിന്ന് അവരില്ലെങ്കിൽ അധികാരത്തിൽ വരാൻ പറ്റത്തില്ലെന്ന് കണ്ട് അവരുടെ കൂടെ നിന്ന് കാര്യം പറയുന്നതിനകത്ത് ഒരു ന്യായം വേണ്ടേ, ഒരു ഉളുപ്പ് വേണ്ടേ? ഇത് സഹിച്ചിട്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് പറയുന്നത്. കോടതികൾ വരുന്നു, പെൺകുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ അകത്ത് ഞങ്ങളുടെ 3 വട്ടം മുത്തലാഖ് ചൊല്ലി ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് വേറെ സ്ത്രീകളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നു. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഉള്ള സ്വത്ത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളായതുകൊണ്ട് ആ സ്വത്തിന് ഞങ്ങൾക്ക് അവകാശമില്ലാതാകുന്നു. അത് പിടിച്ചെടുക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ കൂട്ട് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നതിനും അവരനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിനും അവരുടെ കൂട്ട് പൊതുസമൂഹത്തിൽ അംഗീകാരം കിട്ടുന്നതിനും ഈ പറയുന്നത് പോലെ ഒരേ രീതിയിലുള്ള നിയമം പാസ്സാക്കണമെന്ന് പറഞ്ഞ് കോടതികളെ സമീപിക്കുമ്പോൾ അതിനകത്ത് ന്യായമുണ്ടെന്ന് കാണുമ്പോൾ ആ ന്യായത്തിൽ കോടതിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇതുപോലെ ഏകീകൃത സിവിൽ കോഡ് പോലെയുള്ള സിവിൽ കോഡ് ബില്ല് കൊണ്ടുവരണം എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്തും അല്ലെങ്കിൽ ഇതുപോലെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അകത്തും പറയേണ്ട രീതിയിലേക്ക് സുപ്രീം കോടതി പലവട്ടം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നടപ്പാക്കി അല്ലെങ്കിൽ ഹൈക്കോടതികൾക്കും ഒരു വരേണ്ട ഒരവസ്ഥയാണ്. അതായത് ഇന്ത്യയിൽ ഈ പറയുന്നത് പോലെ നമ്മൾ വിചാരിക്കുന്നില്ല, ഭരണഘടനയെ മറിച്ച് അല്ലെങ്കിൽ അതിനെ പോലും മറികടന്ന് ഇവിടുത്തെ ജാതി സംവിധാനങ്ങൾ, പ്രത്യേക ചില മതത്തിന്റെ ആൾക്കാർ അവരുടെ ശരീഅത്തും അല്ലെങ്കിൽ അവരുടെ നീതി ന്യായവും ഒക്കെ നടപ്പാക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ വളച്ചൊടിച്ച് വെച്ചിട്ടുണ്ട് നിയമം. അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ലോകത്തെവിടെയും 2 നിയമമില്ല, അത് ഇന്ത്യയിൽ മാത്രമാണുള്ളത്. ഇന്ത്യയിലും ഒരേ നിയമവും ഒരേ ന്യായവും ഒരേ നീതിയും ഒക്കെ നടപ്പാക്കി പോകണം എന്നാണ് ഇപ്പം വഖഫുമായിട്ട് കോടതി ചെല്ലാൻ നിൽക്കുന്ന മുസ്ലിം മത മേലധ്യക്ഷന്മാരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. വഖഫുമായിട്ട് കോടതി വന്നാട്ടെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന കാര്യം കൂടി ആലോചിക്കണം ഗവൺമെന്റ് എന്ന് കർണാടക സർക്കാരിനോടും
കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയുടെ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. യെസ്, അതാണ്. രാജ്യത്ത് എല്ലാവർക്കും തുല്യനീതിയും തുല്യ സമത്വവും പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളതാണ് ഏകീകൃത സിവിൽ കോഡ് ഉടൻ തന്നെ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് കോടതികൾ ഉൾപ്പെടെ പറയുന്നതിന്റെ ഒരു കാരണം. ഇത്തരത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞാൽ മുസ്ലിം വനിതകൾക്കുൾപ്പെടെ തിരികെ ലഭിക്കാവുന്ന ചില അവകാശങ്ങളുണ്ട്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ മുറവിളി ഉയർത്തുന്നത്. വ്യക്തമാണ് സർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.